വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി ശ്ലീഹ 5, 6, 7 എന്നീ 3 അധ്യായങ്ങളിലായി സെർമൺ ഓൺ ദ മൗണ്ട്, അതായത് പർവ്വത പ്രസംഗം എന്നറിയപ്പെടുന്ന യേശുവിന്റെ മഹത്തായ ഉപദേശങ്ങളാണ് വിവരിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ധന്യവചനങ്ങളാണ്. യേശു പർവ്വതത്തിൽ ഇരുന്ന് ശിഷ്യന്മാരെ ഉപദേശിച്ചു. ആത്മാവിൽ ദരിദ്രന്മാർ, ദുഃഖിക്കുന്നവർ, വിനീതന്മാർ, നീതിക്കായി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവർ, കരുണ കാണിക്കുന്നവർ, ഹൃദയത്തിൽ ശുദ്ധന്മാർ, സമാധാന പ്രവർത്തകർ, നീതിക്കായി ഉപദ്രവിക്കപ്പെടുന്നവർ, ഇവർക്കെല്ലാം അനുഗ്രഹം പ്രഖ്യാപിച്ചു. വിശ്വാസികൾ ലോകത്തിന്റെ ഉപ്പും വെളിച്ചവുമാണ്. അവരുടെ നല്ല പ്രവൃത്തികൾ കണ്ട് മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നിവിടെ വിവരിക്കുന്നു. ഈ അധ്യായത്തിലാണ് യേശു പഴയ നിയമത്തിന്റെ പൂർത്തീകരണത്തിനാണ് ആഹ്വാനം ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്നത്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. വിശുദ്ധ മത്തായി 5-ാം അധ്യായം 17-ാം തിരുവചനം. പഴയ നിയമത്തിന്റെ ആഴത്തിലുള്ള വ്യാഖ്യാനം ഈ അധ്യായത്തിൽ കാണാം. കൊല്ലരുത് എന്ന കൽപ്പനയെ യേശു ഹൃദയത്തിലെ കോപത്തിലേക്ക് വ്യാപിപ്പിച്ചു. വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പനയെ കണ്ണിന്റെ മോഹത്തേക്കും വ്യാപിപ്പിച്ചു. വിവാഹമോചനത്തെക്കുറിച്ചും സത്യപ്രമാണത്തെക്കുറിച്ചും ഉപദേശിച്ചു. കണ്ണിന് കണ്ണ് എന്ന നിയമത്തെ മറികടന്ന് ദോഷം ചെയ്യുന്നവരെ പ്രതിരോധിക്കാതെ സ്നേഹത്തോടെ പ്രതികരിക്കണമെന്ന് പറഞ്ഞു. ശത്രുക്കളെയും സ്നേഹിക്കണമെന്ന് കൽപ്പിച്ചു. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങൾ പരിപൂർണരാകുവിൻ. അയൽക്കാരെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധ മത്തായി 5-ാം അധ്യായം 43, 44 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ.